السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റമളാനിൽ ഒരുപാട് നന്മകൾ കൊണ്ട് ജീവിതം ധന്യമാക്കാൻ സർവശക്തൻ തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. പരിശുദ്ധമായ റമളാനിൽ നോമ്പനുഷ്ഠിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യന് നോമ്പ് തുറക്കാൻ ഏറ്റവും അനുയോജ്യം ഈന്തപ്പഴമാണെന്ന് പുന്നാര പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചു. ഈന്തപ്പഴമില്ലെങ്കിൽ കാരക്ക കൊണ്ടോ അതല്ലെങ്കിൽ വെള്ളം കൊണ്ടോ നിങ്ങൾ നോമ്പ് തുറക്കണമെന്നാണ് ഇസ്ലാമിക ഭാഷ്യം. നാം ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്താണ് പുന്നാര പ്രവാചകൻ ഈന്തപ്പഴത്തിന് ഇത്രയും വലിയ പ്രാമുഖ്യം നൽകിയത്? അറേബ്യൻ മണ്ണിലുള്ള ഒരു ഫലവൃക്ഷമായതുകൊണ്ടല്ല നബിതങ്ങൾ ഈന്തപ്പഴത്തിന് വലിയ പ്രാമുഖ്യം കൊടുത്തത്. ഒരു മനുഷ്യൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്നപാനീയങ്ങൾ മുഴുവനും ഉപേക്ഷിച്ച് ഒട്ടിയ വയറ്റിലേക്ക് ആദ്യമായി എത്തേണ്ട ഭക്ഷണം ഈന്തപ്പഴമാണെന്ന് പുന്നാര പ്രവാചകൻ പഠിപ്പിച്ചു. ഹബീബ് പഠിപ്പിച്ച ആ ഒരു സത്യം ഇന്ന് ശാസ്ത്രലോകം മനസ്സിലാക്കിയിരിക്കുകയാണ്. കാരണം ഒരു മനുഷ്യന് ഏറ്റവും കൂടുതലധികം വിറ്റാമിൻ ലഭിക്കേണ്ട ഒരു പ്രധാനമായ ഭക്ഷണം അത് ഈന്തപ്പഴത്തിലൂടെ കിട്ടുമെന്ന് ഇന്ന് ശാസ്ത്രലോകം സമ്മതിച്ചിരിക്കുന്നൊരു സത്യം. കാരണം ലോകത്ത് എല്ലാ വിറ്റാമിനുകളും അടങ്ങിയ, എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു സുപ്രധാന ഭക്ഷണം ഈന്തപ്പഴമാണ്. ആ ഈന്തപ്പഴം കൊണ്ട് നോമ്പ് തുറന്നാൽ നമുക്ക് ഒരു ദിവസം ലഭിക്കേണ്ട മുഴുവൻ വിറ്റാമിനുകളും ആ ഈന്തപ്പഴത്തിലൂടെ നമുക്ക് കിട്ടാൻ ഉപകാരപ്പെടുമെന്ന് പുന്നാര പ്രവാചകന് വളരെ വ്യക്തമായി അറിയാമായിരുന്നു. മാത്രമല്ല, വെറും വയറ്റിലേക്ക് ഈന്തപ്പഴം ചെന്നാൽ വല്ലാത്ത ഗുണങ്ങളുണ്ട് എന്ന് ഇന്ന് ശാസ്ത്രലോകം സമ്മതിച്ചിരിക്കുന്നു. സ്വാലിഹീങ്ങളുടെ ഉമിനീരിൽ ചാലിച്ച ഒരു ഈന്തപ്പഴമാണല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രസവിച്ച ഉടനെ കുഞ്ഞുങ്ങൾക്ക് നാം നൽകേണ്ടതും. ആ പ്രസവിച്ച് വീണ കുഞ്ഞിന് നാം നൽകേണ്ടതും സ്വാലിഹീങ്ങളുടെ ഉമിനീരിൽ ചാലിച്ച ഒരു ഈന്തപ്പഴമാണ്. അപ്പോൾ ഈന്തപ്പഴത്തിന് വല്ലാത്ത പ്രാമുഖ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ബഹുമാനപ്പെട്ട പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈന്തപ്പഴം ഇല്ലാത്ത വീട് ഭക്ഷണം ഇല്ലാത്ത വീട് പോലെയാണ്. പിന്നെ പ്രവാചകൻ മറ്റൊരു ഹദീസിൽ പഠിപ്പിച്ചു, ഈന്തപ്പഴമരം എന്നുള്ളത് ഒരു സത്യവിശ്വാസിയെ പോലെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈന്തപ്പഴത്തിന് വല്ലാത്ത ഗുണങ്ങളുണ്ട്, വല്ലാത്ത പ്രതിഫലമുണ്ട്. അതുകൊണ്ട് ഈന്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കാൻ വേണ്ടി നമുക്കെല്ലാവർക്കും കഴിയണം. അർഹമുർ-റാഹിമായ റബ്ബ് നമ്മുടെ നോമ്പുകളൊക്കെയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, സ്വലിഹായ അമലാക്കി തരുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.